ഇപ്പൊ വിടില്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡെക്കറേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, അതെല്ലാം ഞാനിത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എങ്ങനെയാണെന്നുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് രണ്ടാമത് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാനൊരു 1 kg ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് തലേ ദിവസം സെറ്റായ ഒരു കേക്കാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു ഗനാഷ് ഒഴിക്കാനായിട്ട് പോണത്. ഇനി ഞാനിതിലേക്ക് 2 കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിതാ മാജിക് റെഡും അതുപോലെ തന്നെ വൈറ്റ് ആണ് കേട്ടോ. മാജിക് കളേഴ്സിൽ തന്നെ സൂപ്പർ വൈറ്റ് എന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത കേക്കിൽ ഞാൻ വൈറ്റ് മാത്രം ട്രൈ ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ ഡ്രോപ്സ് അവിടെ ഇവിടെ ഇട്ടിച്ച് കൊടുത്തിട്ട് ഡയറക്റ്റ് കേക്കിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ കരുതി റെഡും കൂടി ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഈ ഒരു കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്നത് ഇങ്ങനെയല്ല. അതിന് ന്യൂട്രൽ ജെൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്, അത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് തൽക്കാലം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണല്ലോ, അപ്പോൾ വൈറ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും നോക്കിയതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ റെഡ് അതിലേക്ക് ഇട്ടിക്കുന്നുണ്ട്, അത് കാണുന്നില്ല. അപ്പോൾ അതാ നമ്മൾ കേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായ കേക്കാണ്, തലേ ദിവസം സെറ്റാക്കി വെച്ചിട്ടുള്ള കേക്കാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇതുപോലെ ഉണ്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒഴിക്കുന്ന ടൈമിൽ അത് അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കാൻ പാടില്ല. അതിനുള്ള ഒന്നാമത്തെ കാരണം ഞാൻ പറയാം, എൻ്റെ ഈ ഒരു ഗണാഷ് ചൂടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് വന്നത് ഇത്രക്ക് കട്ടി പാടില്ല കേട്ടോ. ഈ ഒരു ഗണാഷ് കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് ഒഴുകി പോകുന്ന രീതിയിൽ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ അതവിടെ സ്റ്റെക്കായി. അപ്പോൾ ഞാൻ വീണ്ടും ഡയറക്റ്റ് ആ ഒരു ഇതിലേക്ക് കുറച്ചും കൂടെ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഓർത്താൽ മതി, കുറച്ച് ലൂസുള്ള ചോക്ലേറ്റ് ഗനാഷ് വേണം ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അന്ന് ഞാൻ ചെയ്തപ്പോൾ അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയയിൽ തോന്നിയ ഒരു ഐഡിയയിൽ അങ്ങനെ ചെയ്ത് നോക്കിയത്. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ഫോട്ടോ ഞാനിവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫെറാറോ റോഷർ കേക്കുമല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിലേക്ക് വൈറ്റ് കളർ മാത്രം ആഡ് ചെയ്തെടുത്തിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിങ്ങനെ സ്പ്രെഡായി ഒലിച്ചിറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കട്ടിക്കുമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചൂടുള്ളതിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളെ കളറ്. അപ്പോൾ അതുകൊണ്ടാണ് അതവിടെ ഒഴുകാതെ പോയി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി ജസ്റ്റ് എന്ത് ചെയ്തു, ഇങ്ങനെ തിരിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ നല്ല കട്ടിക്കുള്ള ഗണാഷ് ആയതുകൊണ്ട് തന്നെ അതങ്ങ് റെഡി ആവണുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റ് ഒരു പണി ചെയ്തിട്ടുണ്ട്, സ്പാച്ചിലെടുത്ത് കറക്കി കൊടുക്കുകയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോറി, പാലറ്റ് നൈഫ് എടുത്തിട്ട് ജസ്റ്റ് കേക്കിൻ്റെ മുകളിലൂടെ. അപ്പോൾ ആദ്യം വീഡിയോ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ കണ്ടോ, നമ്മൾ ആദ്യം കൊടുത്ത റെഡ് കളറും എല്ലാം വരണ്ട. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് അധികം കഴിച്ചുകൊണ്ട് തന്നെ അത് കൊളാക്കി കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് കൊളാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തലേ ദിവസം സെറ്റായ ഒരു കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ആ സൈഡിലും ഇത് ഫുള്ളായിട്ട് തന്നെ ഞാൻ ആ ഒരു ഗണാഷ് പിന്നെ അങ്ങനെ ഒഴുകിയിരിക്കുന്ന രീതിയിലല്ല, പല ഭാഗത്തും എത്താത്ത പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഫുള്ള് കേക്ക് കവർ ചെയ്തിരിക്കുന്ന രീതിയിലാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ചൂടില്ലാത്ത ഗണാഷ് എടുക്കാനായിട്ട് നോക്കുക. പിന്നെ എന്താ പറയുക, വൈറ്റ് കളർ തന്നെ മാത്രം മതിയാവും കേട്ടോ. ബാക്കിയുള്ള കളേഴ്സ് ഇതുപോലെ അങ്ങനെ അത്ര കണ്ട് കാണില്ല. നമ്മൾ ഇതുപോലെ പാലറ്റ് നൈഫ് വലിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ആ കളർ കാണുന്നുള്ളൂ. അപ്പോൾ സാധാരണ ഇത് ഇങ്ങനെയല്ല കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചതിൻ്റെ ശേഷം നമ്മളെ പാലറ്റ് നൈഫിൽ വൈറ്റ് കളറും അതുപോലെ തന്നെ ന്യൂട്രൽ ജെല്ലുണ്ട്, അതും കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുകയും ചെയ്യില്ല. അപ്പോൾ നല്ലൊരു എഫക്റ്റ് കിട്ടും കേട്ടോ കേക്കിൽ. അപ്പോൾ ഇനി ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് തന്നെ ഞാൻ ആ ചോക്ലേറ്റ് ഗണാഷ് ബാക്കിയുള്ളത് സൈഡിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഫുള്ളായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചോക്ലേറ്റിൻ്റെ കുറച്ച് ഡെക്കറേഷൻസും ഇതുമ്പോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ഡെക്കറേഷൻസ് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേക്ക് വീഡിയോ. ഇനി ഞാനിതിൽ കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ആഗസ്റ്റ് 15 ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കോട്ടക്കൽ വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഗ്രൂപ്പിൽ തന്നെ 4 ഫ്രണ്ട്സുകൾ ചേർന്നിട്ട് ചെറിയൊരു സംരംഭം കോട്ടക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് നൗഷിൻ്റെ വീട്. അപ്പോൾ അവളുടെ വീട്ടിൽ പോവുകയും ചെയ്യാം, ഈ ഒരു സംരംഭം കാണുകയും ചെയ്യാം. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടേക്ക് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഹസീബയുടെ വീട്ടിൽ കണ്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഹസീബയുടെ മോളാണ്. ഈ മോൾക്ക് SSLCക്ക് ഫുള്ള് A+ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തതാണ്. ഞാനും അമ്മയുടെ മോന് റാസിക്കുണ്ട്. അപ്പോൾ അവനും കൂടി അങ്ങോട്ട് ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇത് അവിടെ ഒരാൾ കയറിയിരിക്കുന്നുണ്ട്. റംഷാദ് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഹസീബ ഞങ്ങൾക്ക് എന്താ പറയുക, അവളെ കൈകൊണ്ടുണ്ടാക്കിയ നല്ല അടിപൊളി സമൂസയും പിന്നെ അതുപോലെ തന്നെ പൂവട, താന്നൊരു സ്പെഷ്യൽ പൂവടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഇതാ നമ്മളെ മിസബും നാസിയും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിസബ് നാസിനെയും കൂടി പിക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. പിന്നെ ഇവർ ചായ കുടിക്കാനായിട്ട് പോയിട്ടോ.
അപ്പോൾ മിസ്സപ്പിനെ നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോഴത്തേക്കും എന്താ അടുത്ത ആൾ എത്തിയിട്ടുണ്ട്, റഫീഖ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ കേട്ടോ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ 2 കാറിലായിട്ട് എല്ലാവരും കൂടെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെതാ നമ്മളിപ്പോൾ കോട്ടക്കിൽ എത്തിയിട്ടുണ്ട്. നൗഷിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ആദ്യം പോകുന്നത്. അവൾ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ കുറേ പേര് എൻ്റെ പിന്നെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്നും ഇത് തന്നെയാണോ പണി എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ മുദ്ര ശ്രദ്ധിക്കണം കേട്ടോ. ഞങ്ങൾ അന്ന് പങ്കെടുത്ത പ്രോഗ്രാമിൽ ഏതെങ്കിലും ഇതിലൊരാൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വരുമ്പോൾ നമ്മൾ ഒന്ന് മീറ്റ് ചെയ്യുന്നതാണ്. അവർ പ്രവാസികളായിട്ടുള്ളവരാണല്ലോ. പിന്നെ ഇതാ ഹിദായത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന് മലപ്പുറത്തായതുകൊണ്ട് ഇവന് ഡയറക്റ്റ് കോട്ടക്കലേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മാത്രമാണ് എല്ലാവരും ഹസീബാൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ അവനും കൂടി എത്തിയിട്ടുണ്ട്. ഇവനെ പറ്റിയിട്ട് പിന്നെ ഞാൻ കൂടുതൽ ഒരു എന്താ പറയുക വിവരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവും. എല്ലാ മീറ്റപ്പിലും ഉണ്ടാവുന്ന ആളാണ്. അപ്പോൾ അതാ നൗഷിയുടെ മോളും പിന്നെ ബ്രദറിൻ്റെ മോളും കൂടി അപ്പോൾ പുറത്ത് പോയിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾക്ക് നൗഷി നല്ലൊരു ഷമാമ ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ കിച്ചണിൽ കയറി അറ്റാക്ക് ചെയ്ത് കുടിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടൽ സൈനിൽ കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സീറ്റ് റിസർവ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം തിരക്കുള്ള റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അതാ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അവിടെ നിന്ന് നമ്മൾ സലീം ഖാനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണ്ട് കയറുമ്പോൾ അവരവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം കയറിയിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ കൂടെ ഉള്ളവർ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർ ഈ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ ഈ ഫോട്ടോ എടുത്തിട്ട് സ്കൂൾ ഗ്രൂപ്പിലൊക്കെ തട്ടിയിട്ട് ഞങ്ങളെ ഗസ്റ്റായിട്ട് വിളിച്ചതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തള്ളൊക്കെ തള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഫുഡ് മെനു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ മീൽസും അതുപോലെ തന്നെ ബിരിയാണി, ഫ്രൈഡ് റൈസ്, പിന്നെന്താ ഫസ്റ്റ് വൺ നമ്മൾ ആദ്യം സൂപ്പാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. ജീവിതത്തിലെ ഒരു ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയിട്ട് ഇത്രയും അധികം ഫുഡ് കഴിച്ചൊരു ദിവസം ഉണ്ടായിട്ടുണ്ടാവില്ല കേട്ടോ. കാരണം എന്താ പറയുക മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഭയങ്കര സന്തോഷമായിട്ടാണ് അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇതൊന്നും വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല കേട്ടോ, വെറുതെ ഓർഡർ ചെയ്തിട്ട് കൈയിട്ട് വാരി തിന്നണ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ മോളെ കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ ഞാൻ തന്നെ കേട്ടോ ഒറ്റയ്ക്ക് വീഡിയോ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കധികം എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മക്കൾ രണ്ടാളും വീട്ടിൽ താനൂരാക്കിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. തലേ ദിവസം ഞങ്ങൾക്ക് അവിടെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ബ്രദേഴ്സിൻ്റെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ വരാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഹിജ്റാൻ കാണാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഹിജ്റാൻ എന്നാണ് ഇവരെ ഈ ഒരു സംരംഭത്തിൻ്റെ പേര്. ഇവിടെ കുറച്ച് വർക്ക് നടക്കണ കാരണം ഇവർ ഇവിടുന്ന് ഐറ്റംസ് എല്ലാം അവരുടെ വീട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നെയിം ഇടാൻ കാരണം ഹിദായത്ത്, അതുപോലെ തന്നെ ജാസിദ്, റാഫി, നൗഷി ഇവർ 4 ആളും കൂടി തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ മധുരമൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിക്കാസിനോയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും പറഞ്ഞ പോലെ ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഇവർ വെറുതെ വിടാനുള്ള ഒരു ഉദ്ദേശം നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. വയറൊക്കെ നന്നായിട്ട് ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. രാവിലെ ഇറങ്ങിയത് മുതലേ ഓരോ സ്ഥലത്തുനിന്നും ഓരോ ഐറ്റംസ് കഴിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. പിന്നെ അതാ നമ്മൾ ഓർഡർ ആക്കിയ ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും കൃത്യം സ്പൂണ് വാങ്ങിയെന്നുള്ളൂ കേട്ടോ. ഐറ്റംസ് എല്ലാം എല്ലാവരും ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളെ ടേബിൾക്ക് ഫസ്റ്റ് എത്തിയിട്ടുണ്ട് ഐറ്റം ഈ ഒരു ഐറ്റം കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ, നിങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യണം. ടെൻഡർ കോക്കനറ്റിൻ്റെ ആണ്. എല്ലാവർക്കും ഇതിൽ നമ്മൾ കഴിച്ചതിൽ എല്ലാവരും ഒരുപോലെ പറഞ്ഞത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ മാംഗോ ഫ്ലേവർ എല്ലാതും നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കൈയിട്ട് വാരി കഴിക്കുന്നത് കണ്ടപ്പോൾ പണ്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ടിഫിന് ഷെയർ ചെയ്താണ് കേട്ടോ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പിരിയാൻ നിൽക്കുന്ന ടൈമിൽ ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റഫീഖിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകണമെന്ന്. റഫീഖിന് ഒരു ന്യൂ ബേബി പിറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം റഫീഖിൻ്റെ അടുത്ത് പറയാതെ പോകാമെന്നാണ് കേട്ടോ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ റഫീഖ് ഇവിടുന്ന് വേറൊരു ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അവൻ്റെ അടുത്ത് ഞങ്ങൾ കാര്യം പറഞ്ഞു. കാരണം അവനില്ലാതെ പിന്നെ അവൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ റഫീഖിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് റഫീഖിൻ്റെ വീട്ടിലേക്ക് പോകണ വഴി താനാളൂർ എത്തിയപ്പോൾ നമ്മൾ സ്കൂൾ ഗ്രൂപ്പിൽ 3 ആൾക്കാരെയും കൂടെ നമുക്ക് വഴിയിൽ നിന്ന് കണ്ടു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാമറ ഓഫ് ചെയ്യാനായിട്ട് പറയാൻ കേട്ടോ. നമ്മൾ സ്കൂൾ ഗ്രൂപ്പിലെ കാരണവരാണ് നമ്മൾ അസ്കർ. അപ്പോൾ അവനും എന്താ പറയുക ലീവിന് വന്നിരിക്കുകയായിരുന്നു. അവന് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അസ്കറിനെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം അസ്കർ അവിടെ താനാളൂർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അവൻ്റെ കൂടെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. അവർ മുന്നേ നിങ്ങൾ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മർഷാദും അതുപോലെ തന്നെ സുദേശും. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇവരെയും വഴിയിൽ നിന്ന് കണ്ടുമുട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഫ്രണ്ട്സുകളാണ് ഇവരൊക്കെ. അങ്ങനെ ഇതാ നമ്മൾ റഫീഖിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് അപ്പോൾ അതാണ് റഫീഖിൻ്റെ പുതിയ ബേബി. പിന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ചെറുതായിട്ട് സ്നാക്സും ചായ എല്ലാം കുടിച്ചിട്ട് അവിടെ നിന്ന് പിരിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം നമുക്ക് സ്കൂളുള്ളതാണ്, എല്ലാവർക്കും വീട്ടിലേക്ക് എത്തണം. ഇപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഇവരെന്നെയാണ് നമ്മളെല്ലാവരെയും വീട്ടിലേക്ക് തിരിച്ചെത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ടെൻഷനില്ലാതെ വീട്ടിലെത്തുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക പറഞ്ഞാൽ അത് മനസ്സിനൊക്കെ നല്ലൊരു ആശ്വാസം തരുന്ന കാര്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മീറ്റപ്പ് എന്ന് പറയുമ്പോൾ വർഷത്തിലൊരിക്കൽ മാത്രം കൂടിയാൽ മീറ്റപ്പ് ആവുമെന്നൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൗഹൃദം അതിൻ്റെ കൂടെ വളരെയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മളിനി എവിടെ വെച്ച് മീറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ മറക്കാനാവാത്ത ഒരു ദിവസം സമ്മാനിച്ചുകൊണ്ട് ഞങ്ങൾ ചങ്സ് എല്ലാവരും പിരിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.